കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ തുടർച്ചയായ വീഴ്ചകളുടെ മറ്റൊരൊറ്റപ്പെട്ട സംഭവമാണിത്. ഒന്ന്, നമ്മൾ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥ സ്റ്റേഷനിൽ ജനമൈത്രി എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേഷനിൽ പോലും അത്ര മൈത്രിയും ഇത്ര ഒരു ഒന്നുമില്ലാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട്, പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റബിൾ, സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലൊക്കെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ജോബ് പ്രഷർ എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ അടിസ്ഥാനപരമായി ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് മറ്റുള്ളവരോട് തീർക്കാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ നീതിയുക്തമായി ഒരു സമൂഹത്തിന് കാവലാകേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്കുണ്ടാകുന്ന കടുത്ത ജോലി സമ്മർദ്ദം അവരുടെ ജോലിയെ ഗൗരവമായി ബാധിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം അടുത്ത് നമ്മൾ കേൾക്കുന്നതെല്ലാം പോലീസിന്റെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുടെ പേരിലാണ് മലപ്പുറം പോലീസ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ SP, മുൻ SP, ഇപ്പോഴത്തെ SP അല്ല, മുൻപുണ്ടായിരുന്ന 2 SP മാര്, അവരുടെയൊക്കെ പേരുകൾ നമ്മൾ കേട്ടത് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് അയാളുടെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ലീവ് നിഷേധിക്കപ്പെടുന്നു. അയാൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സർജറി എടുക്കേണ്ടി വന്നിട്ട് പോലും ലീവ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. അപ്പൊ അത് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവ്വം ഒരു പ്രതികാര നടപടി ചെയ്യുകയാണ് എന്നുള്ള അഭിപ്രായം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിലുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ? ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് എന്താണ്? ഞാനിതിനെ കൊണ്ടുവന്ന് ഈ പശുവിനെ തെങ്ങിൽ കൊണ്ടുവന്ന് കിട്ടുകയല്ല, എങ്കിലും പശു നിൽക്കുന്നത് തെങ്ങിൽ തന്നെയാണല്ലോ. അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഷോർട്ടേജാണ്. ഷോർട്ടേജിന്റെ കാരണം എന്താണ്? നിയമനം ഉണ്ടാകുന്നില്ല. ഇപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടൊരു സംഭവമുണ്ട്. ഒരു അക്രമിയായ രോഗി വന്ന് അവരെ കത്തിയെടുത്ത് കുത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാ ആശുപത്രികളിലും അതിനുവേണ്ടി ഒരു പ്രത്യേക പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കും. ആ പ്രഖ്യാപനം വന്നു, മന്ത്രിക്ക് നല്ല കയ്യടി കിട്ടി. സർക്കാരിന്റെ നവോത്ഥാനത്തെ പറ്റി ആളുകൾ വലിയ വാഴ്ത്തുപാട്ടുകൾ നടത്തി. പിന്നീട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ? ഒരാളെയും നിയമിച്ചിട്ടുണ്ടോ? നിയമനം ഉണ്ടാകുന്നില്ല. നിയമനം നിഷേധിക്കുന്ന ഒരു സർക്കാർ. അതേ സമയത്ത് തന്നെ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ പോലീസുകാരുടെ മുറയിലിനെ അനുദിനം ഒരു ചോദ്യം ചെയ്യുകയല്ലേ. ഇപ്പൊ കണ്ണൂരിലെ സാഹചര്യത്തെ പറ്റി നമുക്കറിയാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ പൊളിറ്റിക്കലി റെലവന്റായി നിൽക്കുന്ന ഒരാൾ കാണുവാനില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് നല്ല കഴിവുണ്ടായിരുന്ന, കാര്യപ്രാപ്തി ഉണ്ടായിരുന്ന ഒരു ഫോഴ്സിനെ ഇല്ലായ്മ വരുത്തി. അതിനുദാഹരണമാണല്ലോ ഇപ്പൊ നമ്മൾ വയനാട്ടിൽ കണ്ടത്. വയനാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിലാക്കിയിട്ട് ആരാണത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല. അടൂരിലെ ഒരു വ്യക്തിയെ പാലക്കാട്ട് തട്ടിക്കൊണ്ടു വന്നിട്ട് ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെപ്പറ്റി ആ കുടുംബം നിരന്തരമായി പരാതി പറഞ്ഞിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിരന്തരമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവുകയാണ്. ഈ വീഴ്ചയെപ്പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറാകാതെ ഓരോ വീഴ്ച ഉണ്ടാകുമ്പോഴും ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ക്രൂരമാണല്ലോ. കാരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാർക്ക് പ്രത്യേകമായ പരിഗണനയും പ്രത്യേകമായ അവകാശങ്ങളും പ്രിവിലേജും കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഒരു ചെറുപ്പക്കാരും അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ട് പോലീസിന് അനാസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതിവിടെ ഒരു ആദിവാസി ചെറുപ്പക്കാരനെ അതിക്രൂരമായി ആക്രമിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇവര് നാട് മുഴുവൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, പോലീസ് സർവൈലൻസ് ക്യാമറകൾ ഉണ്ടല്ലോ. അപ്പൊ എവിടെ നിന്ന് വന്ന വണ്ടിയാണ്, ആ വണ്ടിയുടെ അടയാളം പറഞ്ഞു കൊടുത്തിട്ട് ആ വണ്ടി കണ്ടെത്തുവാൻ പോലും കഴിയുന്നില്ല എങ്കിൽ, അപ്പൊ വയനാട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ സാധാരണ ഒരു ഹൈവേ പോലുള്ള പ്രദേശമല്ലല്ലോ. യഥേഷ്ടം വണ്ടി ഇഷ്ടം പോലുള്ള വഴികളിലൂടെ കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ. വയനാട്ടിലേക്കുള്ള വാഹനങ്ങളുടെ റീച്ചിന് 1-2 റൂട്ടല്ലേ ഉള്ളൂ. ആ റൂട്ടിലൂടെയല്ലേ വാഹനങ്ങൾ വരികയുള്ളൂ. അത് കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. ജനങ്ങളെ പോലീസിംഗ് ചെയ്യുവാൻ, അവരെ സംരക്ഷിക്കുവാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം.